ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിദാദ് ലേണിംഗ് ഹബ്ബ്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേര് ട്രൈബ്സ് ഇൻ ഇന്ത്യ, കൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ്, ഫീച്ചേഴ്സ്, പ്രോബ്ലംസ് ഓഫ് ദി ട്രൈബൽ പീപ്പിൾ. ഇന്ത്യയിലുള്ള ഗോത്ര വിഭാഗങ്ങൾ, അവരെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റുകളും പിന്നെ അവരുടെ പ്രത്യേകതകൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് 2011 കണക്ക് പ്രകാരം ഏകദേശം 8.6% ആളുകൾ ഇന്ത്യയിൽ ഗോത്ര വിഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ കാര്യമായിട്ടും കാടുകളിലും അതുപോലെ മലനിരകളിലും ഒക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം നമ്മൾ അവരെ വിളിക്കുന്ന പേര് ഷെഡ്യൂൾഡ് ട്രൈബുകൾ എന്നാണ്. ഇന്ത്യയിൽ ഏകദേശം 645 ഷെഡ്യൂൾഡ് ട്രൈബുകൾ നിലവിലുണ്ട്. ഇനി നമ്മളവരുടെ കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ട്രൈബിൻ്റെ പ്രത്യേകതകളെ കുറിച്ച്, അവരുടെ പ്രത്യേക സ്വഭാവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രൈബുകളെ കുറിച്ച് പറയുന്നത്, അവരുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അവർ പ്രത്യേകമായൊരു സാമൂഹിക വിഭാഗമാണ്. അവർ പ്രത്യേകമായൊരു ഭൂപ്രദേശത്താണ് നിലകൊള്ളുക. അവർക്ക് പ്രത്യേകമായ കൾച്ചർ ഉണ്ടാവും. അതുപോലെ ഒരു സോഷ്യൽ ഓർഗനൈസേഷനൊക്കെ അവർക്ക് പ്രത്യേകമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു രീതി, അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനാണ് നമ്മൾ ട്രൈബൽ വിഭാഗം അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറയുക. ആദിവാസി വിഭാഗങ്ങളൊക്കെയാണ് ഈ ഗോത്ര വിഭാഗങ്ങളായി കണക്കാക്കുന്നത്. അപ്പം ഇനി ഇന്ത്യയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഖാസി, ഖാദർ, കാമർ, അങ്ങനെ പല മേഖലകളിൽ, അതായത് പല പ്രദേശങ്ങളിലായിട്ട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ ഭാഗങ്ങളിലാണ് ഗോത്ര വിഭാഗങ്ങളുള്ളത്. അപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഗോത്ര വിഭാഗങ്ങളെ തിരിക്കുന്നത്. ഒന്ന് ഹിമാലയൻ ഭാഗത്ത് ജീവിക്കുന്നവർ, പിന്നെ ഒന്ന് ഇന്ത്യയുടെ മധ്യഭാഗത്ത് ജീവിക്കുന്നവർ, പിന്നെ വെസ്റ്റ് ഭാഗത്ത്, അതുപോലെ സൗത്ത് ഭാഗത്ത്, അങ്ങനെ 4 വിഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു സോഷ്യോളജിസ്റ്റായ മജുന്ദർ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് ഒരുപാട് പുരോഗതി, അഡ്വാൻസ്മെൻ്റ് അവർക്ക് വന്നിട്ടുണ്ട്, നമ്മളെ ആധുനിക കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം കാരണം. പക്ഷേ എങ്കിൽ കൂടി ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ ഉണ്ട്. കാരണം ഒരുപാട് ഭൂവുടമകളും മറ്റു കമ്പനികളൊക്കെ അവിടെ വന്ന് അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും അവരെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GS ഗുരെ സോഷ്യോളജിസ്റ്റ് പറയുന്നുണ്ട്, ഒരുപാട് അതുപോലെ സാമൂഹിക സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിലവിൽ ഈ ഗോത്ര വിഭാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി 3 സ്ട്രാറ്റജികളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് പ്രിസർവേഷൻ, പിന്നെ അസിമിലേഷൻ, ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആദ്യമായി പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തിയറി എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ഈ ഗോത്ര വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തി അവരൊരു പ്രത്യേകമായ രീതിയിൽ അവരെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോവുക. കൂടുതൽ ആധുനികമായ സമൂഹങ്ങളോട് ബന്ധമില്ലാതെ അവരെ ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രിസർവേഷൻ തിയറി. അപ്പോൾ ഇത് മുന്നോട്ട് വെക്കുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ്. കാരണം നാഷണൽ മൂവ്മെൻറ്റിൽ ഇവർ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്തു അവർ. അപ്പോൾ എൽവിൻ എന്ന ആളാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഈ തിയറി കൊണ്ട് ഇവർക്കുണ്ടായ ഒരു ഗുണം എന്ന് വെച്ചാൽ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ കാലത്ത് അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ല എന്നൊരു ഗുണം അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഇങ്ങനെ ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാത്തതുകൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് തീർത്തിട്ടും ഈ ഒരു തിയറി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതുകൊണ്ട് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൂടുതലായി വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ തിയറിയാണ് അസിമിലേഷൻ തിയറി. അപ്പോൾ അസിമിലേഷൻ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇവരെ നിലവിലുള്ള സൊസൈറ്റികളുമായിട്ട്, ഡെവലപ്ഡ് ആയ സൊസൈറ്റികളുമായിട്ട് അവരിലേക്ക് ചേർക്കുക ഇവരെ. അപ്പോൾ അങ്ങനെ ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി, അസിമിലേഷൻ. പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അവർക്ക് അവരുടെ പ്രത്യേകമായ കൾച്ചർ നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ആശയമാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ഈ 2 തിയറി, ഐസൊലേഷൻ തിയറിയും അതുപോലെ അസിമിലേഷൻ തിയറിയും ഒരുമിച്ച് കൊണ്ട് ഇവരെ ഈ ട്രൈബൽ വിഭാഗങ്ങളെ മെല്ലെ മെല്ലെ പടിപടിയായിട്ട് അവർക്ക് ഡെവലപ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരെ രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അവരുടെ കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു പുതിയ 5 പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ എൽവിൻ എന്ന ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 5 പ്രിൻസിപ്പിൾസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ട്രൈബൽ ഗോത്രങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അതിൽ ഒന്നാമത്തത്, അവർക്ക് മേലെ കൂടുതലായിട്ട് മറ്റു കാര്യങ്ങൾ ചുമത്താതിരിക്കുക, അവർക്ക് അവരുടെ ഒരു രീതിയിൽ തുടരാനുള്ള അവകാശം കൊടുക്കുക, പിന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റുകൾ കൊടുക്കുക. പിന്നെ നാലാമതായിട്ട്
അവർക്ക് കൂടുതൽ ഒരുപാട് സ്കീം കൂടുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ അവരുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യുക കൂടുതലായിട്ട് ഇടപെടാതിരിക്കുക. പിന്നെ അഞ്ചാമതായിട്ട് എന്ത് ചെയ്യുക അവർക്കൊരു മാനുഷിക പരിഗണന നൽകിക്കൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെയുള്ള 5 തിയറികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ മിനിസ്റ്ററി ഓഫ് ഹോം അഫയേഴ്സും അതുപോലെ കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതിന് കീഴിൽ 43ഓളം മൾട്ടി ട്രൈബൽ ബ്ലോക്കുകളെ നിയമിച്ചിട്ടുണ്ട് ഈ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ. അപ്പോൾ അവർ അതുപോലെ മറ്റൊരു കമ്മിറ്റി 1960 ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ഈ ട്രൈബൽ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്ന എൽവിൻ. അപ്പോൾ അദ്ദേഹം ആ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒരുപാട് പുതിയ നയങ്ങൾ മുന്നോട്ട് വെച്ചു, ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അവർ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ ലഘൂകരിക്കുക, അതുപോലെ തന്നെ ഒരു പുതിയ ഓഫീസറെ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കണം, അതുപോലെ ഒരു ട്രൈബൽ കൗൺസിലുകൾ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു ആശയങ്ങൾ ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചു. പിന്നെ മറ്റൊരു കമ്മിറ്റിയും അതുപോലെ രൂപീകരിച്ചിരുന്നു 1960 തന്നെ. അപ്പോൾ ആ കമ്മിറ്റി 1961 അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ അവരുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ഭൂപ്രദേശങ്ങളും മറ്റൊക്കെ. അപ്പോൾ അവരെ ഒഴിവാക്കുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പിന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എക്കോണമി എന്നീ മേഖലകളിൽ പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെന്ന് മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 4ാമത്തെ പഞ്ചവത്സര പദ്ധതികളിൽ 5 ഇയർ പ്ലാനിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഈ ട്രൈബൽ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് മുന്നോട്ട് വെച്ചു. പിന്നെ മറ്റൊരു ഷിലുവോ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യാൻ, വിലയിരുത്താനായിരുന്നു. അവർ മുന്നോട്ട് വെച്ചൊരു 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് അവർ പ്രോഗ്രാമിനെ വിലയിരുത്തിക്കൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പല പദ്ധതികളും അവരിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല. അതുപോലെ തന്നെ പല സ്കീമുകളും അവർക്ക് ചില പ്രത്യേക ഏരിയകളിലേക്ക് എത്തുന്നില്ല. അതുപോലെ ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിൻ്റെ ചില കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഗോത്ര വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ പദ്ധതികളുടെ ഒരു ഗുണം കിട്ടുന്നത്. അതുപോലെ അവിടെ ഒരു കോർഡിനേഷൻ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ കൂടുതലായിട്ടുള്ള കോർഡിനേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മിറ്റി പഠിച്ചിട്ട് അവതരിപ്പിച്ച് അവർ പറഞ്ഞു. അതുപോലെ പിന്നെ നമ്മൾ അടുത്ത 5ാമത്തെ 5 ഇയർ പ്ലാനിലും ഇത്തരത്തിൽ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ട്രൈബൽ സബ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വന്നു. ഈ ട്രൈബൽ ഗോത്രങ്ങൾക്കിടയിൽ അവരുടെ പരിപാടികൾക്ക് വേണ്ടി, പദ്ധതികൾക്ക് വേണ്ടിയിട്ടൊരു ട്രൈബൽ സബ് പ്ലാൻ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചു. പിന്നെ അതുപോലെ 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് 3.46 മില്യൺ ആളുകൾക്ക് അവരുടെ എക്കോണമി, അവർക്ക് സാമ്പത്തികമായ ഒരുപാട് സഹായങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പവേർട്ടി ലൈനിൻ്റെ മുകളിലേക്ക് എത്തിച്ചു. പ്രത്യേകിച്ച് സിക്കിമൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രൈബൽ സബ് പ്ലാൻ്റെ ഭാഗമായിട്ട് അവർ പവേർട്ടി ലൈനിൽ അവിടെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്നു. പിന്നെ അതിനുശേഷം 7ാമത്തെ 5 ഇയർ പ്ലാനിലും ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. പിന്നെ ഒരുപാട് ഫാമിലീസിന് എക്കോണമിക്കായ ഒരു ബേസ്മെൻറ്റ് നൽകി അവർക്ക് വേണ്ട ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അതുപോലെ റിഹാബിലിറ്റേഷൻ, സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈ 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഈ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി കൊണ്ടുവന്നത്. ഒന്ന്, അവരെ ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ സാമൂഹിക സാമ്പത്തികപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. പിന്നെ 2ാമത്തത് അവരെ പുറത്തുനിന്നുള്ള എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന്, മറ്റാളുകളുടെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ള 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലും അതിൽ അതും ആ പദ്ധതിയിൽ കൂടി അവർക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഈ മുമ്പ് നടത്തിയ പല പദ്ധതികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് കൂടുതലായിട്ട് എത്തപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ 8ാമത്തെ പദ്ധതിയിൽ കൂടി, പഞ്ചവത്സര പദ്ധതിയിൽ കൂടി ഈ ട്രൈബൽ ഗ്രൂപ്പിന് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കാര്യമായിട്ടും അവരുടെ എഡ്യൂക്കേഷണലായിട്ടുള്ള വിദ്യാഭ്യാസപരമായ പിന്നെ എക്കോണമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെ അതിനുശേഷം 9ാമത്തെയും 10ാമത്തെയും 11ാമത്തെയും ഒക്കെ ഈ 5 ഇയർ പ്ലാൻസിൽ വിവിധ തരം പരിപാടികൾ ഇവർക്ക് വേണ്ടി ആവിഷ്കരിച്ചിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിരുന്നു. ഒരുപാട് ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടങ്ങളിൽ തന്നെ പ്രത്യേകമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും എന്നിട്ട് അവർ എന്ത് ചെയ്യും, ഇവരുടെ പ്രശ്നങ്ങൾ, ഈ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക. അപ്പം അങ്ങനെയുള്ള റിസർച്ച് സെൻ്ററുകൾ സ്ഥാപിച്ചിരുന്നു. ഇനി അടുത്തത് പറയുന്നത് ഇതിനെ ഈ ട്രൈബൽ പീപ്പിളിനെ അവരുടെ ഡെവലപ്മെൻറ്റിന് അവർക്ക് വേണ്ടി ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നൽകുന്ന പരിഗണനകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആർട്ടിക്കിൾ 46 പ്രത്യേകം ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രോഗ്രാമുകൾ നടത്തണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ റിസർവേഷൻ സീറ്റ് ഈ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി മുന്നോട്ട് വെക്കണം. അതുപോലെ അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 244 പരാമർശിക്കുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 275 ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായങ്ങൾ, ഗ്രാൻറ്റുകൾ നൽകണമെന്ന് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 330, 332 അവർക്ക് ലോകസഭയിലും രാജ്യസഭയിലൊക്കെ ഉള്ള സീറ്റുകൾ, അതുപോലെ നിയമസഭകളിലൊക്കെയുള്ള പ്രത്യേകമായ റിസർവ്ഡ് സീറ്റുകൾ വേണമെന്ന് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ആർട്ടിക്കിൾ 339, 338 ആയിട്ട് വിവിധ തരം ഒരുപാട് പദ്ധതികളും ഒരുപാട് പുതിയ കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ പ്രസിഡന്റിന് പ്രത്യേകമായി ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവകാശമുണ്ട്. പിന്നെ പ്രസിഡന്റിൻ്റെ കീഴിൽ ഒരു കമ്മീഷണർ ആണെങ്കിൽ നിയമിക്കുക. കമ്മീഷണർ ഇവരെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പഠിക്കുകയും പിന്നെ ഒരു ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ പരിഗണന ഗോത്ര വിഭാഗങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരുകൾക്കും രണ്ട് വിഭാഗങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ട്. അപ്പോൾ സർക്കാർ സ്റ്റേറ്റിൻ്റെ കീഴിൽ അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങളും, അതായത് അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരും. അതുപോലെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മൊത്തത്തിലുള്ള ഒരുപാട് പ്രിൻസിപ്പൾസും മറ്റും അവർക്ക് വേണ്ടി കൊണ്ടുവരും. അപ്പം അങ്ങനെ സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും ചേർന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം മുതലേ ഇന്ത്യയിലുള്ള ആളുകളാണ്. ഇന്ത്യയുടെ ആദ്യകാലം മുതൽ അവർ ഇവിടെ ജീവിച്ചു വരുന്ന വിഭാഗങ്ങളാണ്. അതുപോലെ അത് പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ആദ്യകാലം ഇത്തരത്തിൽ ഗോത്ര വിഭാഗങ്ങളായി ജീവിച്ചു വരുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറമെ പിന്നെ ആഫ്രിക്കയിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ടുള്ള ട്രൈബൽ വിഭാഗങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ BR അംബേദ്കർ, നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ആശയം മുന്നോട്ട് വെച്ചത് BR അംബേദ്കർ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാനായ BR അംബേദ്കർ ആണ് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ആദിവാസി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഉപയോഗിക്കണം. അതുപോലെ ഈ ഷെഡ്യൂൾഡ് ട്രൈബിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഡെഫിനിഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായ ഒരു ഡെഫിനിഷൻ ഇതിന് കൊടുത്തിട്ടില്ല, നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുത്തിട്ടില്ല. എന്നാൽ ഇനി സോഷ്യോളജിക്കലായിട്ട്, അതായത് നമ്മുടെ സോഷ്യോളജിക്കൽ ആയിട്ട് പ്രത്യേകമായ ഡെഫിനിഷൻസ് പല സോഷ്യോളജിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി DN മജുംദർ പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു കളക്ഷൻ ഓഫ് ഫാമിലീസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു ഇത്തരത്തിൽ ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആണ്, ഒരുപാട് പ്രത്യേകമായ ഒരു കോമൺ പേരുള്ള പ്രത്യേകമായ കൾച്ചറുള്ള ആളുകളാണ്. പിന്നെ മറ്റൊരു ഗില്ലിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണ്. അങ്ങനെ വിവിധ തരം ഡെഫിനിഷൻസ് നമ്മളെ ഈ ഷെഡ്യൂൾഡ് ട്രൈബുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് അവരുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകളാണ് ഷെഡ്യൂൾഡ് ട്രൈബിന്. ഒന്നാമത് കോമൺ ടെറിറ്ററി, അവർക്കൊരു പ്രത്യേകമായ ഭൂപ്രദേശം ഉണ്ടാവും. ഇപ്പോൾ ചില വിഭാഗങ്ങൾ ജീവിക്കുന്നത്, ഇപ്പോൾ നാഗാലാൻഡിലാണ് നാഗാ ഗോത്രം ജീവിക്കുന്നത്, അതുപോലെ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ടെറിറ്ററി അവർക്ക് ഉണ്ടാവും. പിന്നെ കോമൺ കളക്ഷൻ ഓഫ് ഫാമിലീസ്, അവരുടെ ഒരു രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു മാതൃദായമായിട്ടോ അല്ലെങ്കിൽ പിതാവിൻ്റെ രീതിയിലോ പിതൃദായകമായ അവർക്ക് എന്തുണ്ടാവും, ഒരു കളക്ഷൻ ഓഫ് ഫാമിലീസ് ഉണ്ടാവും അവർക്ക്. അതുപോലെ ഒരു കോമൺ നെയിം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നാഗ അല്ലെങ്കിൽ ഗാറോ, അങ്ങനെയൊക്കെ ഓരോ ഗോത്ര വിഭാഗത്തിന് ഓരോ പേരുകളുണ്ടാവും. പിന്നെ അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഉണ്ടാവും. അതുപോലെ കോമൺ ആൻസിസ്റ്റർ, അത് അവർക്കൊരു പൂർവികൻ, അവരൊരു പ്രത്യേകമായ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടൊരു പൂർവികൻ ഉണ്ടാകും. അപ്പോൾ അവരിൽ നിന്നായിരിക്കും അവരുടെ ട്രൈബ് കടന്നു വരുന്നത്. പിന്നെ കോമൺ റിലീജിയൻ ഉണ്ടാവും. ചിലപ്പോൾ അവർ പ്രകൃതി ആരാധിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചില ഗോത്രങ്ങൾ ബുദ്ധിസം സ്വീകരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകമായ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള റിലീജിയൻ ഉണ്ടാവും. പിന്നെ കോമൺ കൾച്ചർ ഉണ്ടാവും, അവർക്ക് അവരുടേതായ ഒരു ട്രഡീഷൻസും സ്റ്റൈലുകളും ഉണ്ടാവും. അതുപോലെ കോമൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അപ്പോൾ കാര്യമായിട്ടും ഒരു ഗോത്ര തലവൻ ലീഡർ ഉണ്ടാവും, അവരായിരിക്കും കാര്യങ്ങൾ നിയമിക്കുക.
പിന്നെ ഫീലിംഗ് ഓഫ് യൂണിറ്റി അവർക്കിടയിലുണ്ടാവും. പിന്നെ എക്കോണമിക് ഓർഗനൈസേഷൻ, കാര്യമായിട്ടും അഗ്രികൾച്ചറാണ് അവർ പിന്തുടരുന്ന ഒരു സാമ്പത്തിക രീതി. അതുപോലെ മാനുഫാക്ചറിങ് കൊണ്ടും ഏകദേശം 57% എന്താണ് ട്രൈബൽ പീപ്പിളിനും അവർ എംപ്ലോയിഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഓർഗനൈസേഷൻ. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ക്ലാൻ, ഈ ഒരു വംശങ്ങൾ അവർക്ക് ഓരോ വംശങ്ങൾക്കും ഒരു പ്രത്യേകമായിട്ട് ഓർഗനൈസേഷൻസ് ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. പിന്നെ പ്രിവലൻസ് ഓഫ് ഡോർമെട്രീസ്, അതായത് ഡോർമെട്രീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സ് എന്നാണ് പറയുക. അവർക്ക് അവരുടെ ഒരു ഉറക്കം, അതുപോലെ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ എന്തുണ്ടാവും, ഒരു സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവിടെ ആയിരിക്കും അവരുടെ ആളുകൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പോൾ ഒരു മാരേജിൻ്റെ സമയം വരെയാണ് അവർക്ക് ഇതിനുള്ള അവസരം ഉണ്ടാകുക. മാരേജ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഡോർമെട്രീസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ നിലവിലുള്ളത്. പിന്നെ സിംപ്ലിസിറ്റി ആൻഡ് സെൽഫ് സഫിഷ്യൻസി, ആദ്യത്തെ കാലത്തൊക്കെ അവർക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു ഈ ട്രൈബൽ ഗ്രൂപ്പുകൾ. പക്ഷേ ഇന്ന് ഒരുപാട് പോപ്പുലേഷൻ കൂടിയത് കാരണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവരുടെ ഒരു സ്വയപര്യാപ്തത ഇല്ല അവർക്ക്. അവരുടെ ജോലിയൊന്നും മതിയാവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിന് വേണ്ട അവർക്ക് റിസോഴ്സ് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ, അവർ പലപ്പോഴും പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ആളുകളായിരിക്കും. അതായത് അവർക്ക് ഒരുപാട് കാട്ടിലും മറ്റു പ്രദേശത്തും ജീവിക്കുന്ന ആളുകൾ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ എൻഡോഗമസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കുക അവരുടെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അവരുടെ ഒരു കൾച്ചർ നിലനിർത്തി പോകാൻ വേണ്ടി അവർ സ്വയം ഉള്ളിൽ നിന്ന് അവരുടെ ഗോത്രത്തിൽ നിന്നായിരിക്കും വിവാഹങ്ങൾ കഴിക്കുക. പിന്നെ ഇനി അടുത്തത് പ്രോബ്ലംസ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ഈ ട്രൈബൽ പീപ്പിൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ 8.6% ആളുകൾ ട്രൈബലാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവരുടെ ജിയോഗ്രഫിക്കലായി, സാമ്പത്തികമായി, പിന്നെ അവരുടെ സാംസ്കാരികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് പ്രോബ്ലംസ് ഓഫ് ജിയോഗ്രഫിക് സെപ്പറേഷൻ. അവരുടെ ജിയോഗ്രഫിക്കലായിട്ട് ഭൂപ്രദേശമായിട്ട് അവർ വിദൂരമായ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡെവലപ്മെൻറ്റുകൾ പലതും അവർക്ക് എത്തിപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ് ജിയോഗ്രഫിക്കലായി നോക്കുമ്പോൾ. നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് റോഡ് വേസ് ഒന്നും അവർക്ക് എത്തിപ്പെടാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമതാണ് കൾച്ചറൽ പ്രോബ്ലം. അതായത് അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പലപ്പോഴും പല ആളുകളും മറ്റൊരു കൾച്ചറുകൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഫോറിൻ ക്രിസ്ത്യൻ മിഷനറീസ് ഒരു പ്രത്യേക ഒരു വളരെ കാലം മുമ്പ് അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ കൾച്ചർ, ഈ ക്രിസ്ത്യൻ മിഷനറിമാരുടെ കൾച്ചർ ഈ ട്രൈബൽ പീപ്പിളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അതിൻ്റെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മതം മാറ്റിയത്, കൺവേർഷൻ ഓഫ് ടു ക്രിസ്ത്യാനിറ്റി, അതൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. പിന്നെ സോഷ്യലായിട്ടുള്ള അവർക്കുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടെ ഒരുപാട് സാമൂഹിക ആചാരങ്ങൾ നിലനിന്ന് പോകുന്നുണ്ടാവും. ഇപ്പോൾ ചൈൽഡ് മാരേജ്, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി, അതുപോലെ ഇൻഫാൻറ്റിസൈഡ്, അതുപോലെ അനിമൽ സാക്രിഫൈസ്, ബലികർമ്മം, അങ്ങനെ ഒരുപാട് പ്രത്യേകമായ രീതികൾ അവർ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിപ്പോഴും പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഹിന്ദുഐസേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഹിന്ദുയിസത്തിലേക്ക് മാറ്റുക ഈ ട്രൈബൽ പീപ്പിളിനെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർ മാറ്റുമ്പോൾ ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ വരും. ഈ സ്ത്രീധനം, അതുപോലെ അൺടച്ചബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുപോലെ മോഡേണൈസേഷൻ, സംസ്കൃതൈസേഷനൊക്കെ അവർ നേരിടുന്ന സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ക്രിസ്ത്യാനൈസേഷൻ, നേരത്തെ പറഞ്ഞ മാതിരി ഇവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പ്രശ്നത്തിൽ വരും. നാലാമതായി അവർ നേരിടുന്ന പ്രശ്നമാണ് എക്കോണമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് ഭൂമിയൊന്നും കൊടുക്കാതെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. എന്നിട്ട് അവരെ കൂടുതൽ പണിയെടുപ്പിക്കും. അവർക്ക് ഭൂമിയും അല്ലെങ്കിൽ സാലറി ഒന്നും കൊടുക്കൂല. അപ്പോൾ അങ്ങനെ എക്കോണമിക്കായിട്ട് പ്രശ്നങ്ങൾ അവർ ആദ്യകാലത്ത് നേരിട്ടിരുന്നു. പിന്നെ അൺപ്രോഫിറ്റബിൾ അഗ്രികൾച്ചർ പറഞ്ഞതുപോലെ അവർ കൃഷി ചെയ്യും, പക്ഷേ അവർക്ക് അതിന് വേണ്ട ഒരു പ്രോഫിറ്റ് കൃത്യമായി കിട്ടൂല. പിന്നെ അവർക്ക് ആ ഭൂമിയുടെ ഓണർഷിപ്പും ഉണ്ടാവില്ല. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അധികവും കൂടുതലായിട്ടും ആളുകളൊക്കെ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട് അവരുടെ പ്രദേശങ്ങളിൽ. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ്, ബാങ്കിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ കടമെടുക്കാനോ അല്ലെങ്കിൽ ലോൺ സ്വീകരിക്കാനോ അങ്ങനെയുള്ള അവസ്ഥകൾ അവർക്കില്ല. അപ്പോൾ അവർ മറ്റു മണി ലെൻഡേഴ്സിനെ ആശ്രയിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതിന് എക്കണോമിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അഞ്ചാമത്തത് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ആണ്. അധികം ആളുകളും നിരക്ഷരരായിരിക്കും ഈ ഗോത്ര വിഭാഗങ്ങളിൽ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള നോളജ്, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അതിന് വേണ്ട സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. പിന്നെ പ്രോബ്ലം ഓഫ് ലാംഗ്വേജ് ഉണ്ടാവും. അവർക്ക് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അവരുടെ ഒരു
അവരുടെ ഭാഷ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പോൾ അവർ ലാംഗ്വേജിന് പ്രശ്നം വരും. പിന്നെ കരിക്കുലം ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ എന്താണ് സിലബസ് നമ്മൾ പഠിക്കുന്ന ഒരു രീതി അവർക്കും പ്രശ്നമാണ്, നിലവിലുള്ള ആധുനിക രീതികൾ. അപ്പോൾ അതൊക്കെ എഡ്യൂക്കേഷണലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഇനി അടുത്തത് പ്രോബ്ലംസ് ഓഫ് ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേഷൻ. ഇപ്പോൾ മോഡേണായിട്ട് നമ്മൾ പിന്തുടരുന്ന രീതികളൊന്നും അവർക്ക് പറ്റൂല. അപ്പോൾ അവർ പ്രത്യേകമായ സ്പിരിച്വൽ ആയാലും മറ്റു രീതികളിലൂടെ ആയിരിക്കും അവരുടെ മെഡിക്കൽ രീതി ഉണ്ടാവുക. അപ്പോൾ അത് ഒരു നിലവിലെ ആധുനിക രീതിയിലേക്ക് മാറുന്നതിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, നേരിടുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് സെപ്പറേറ്റിസം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്താണ് ഡിവൈഡ് ആൻഡ് റൂൾ ആയിട്ടാണ് അവരെല്ലാം ഭരിച്ചിരുന്നത് കാര്യമായിട്ട്. അപ്പോൾ അതുമൂലം തന്നെ അവർക്ക് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവർ ഈ റൂറൽ പീപ്പിളിനെ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിനെ അവർ കണ്ടിരുന്നത് ഒന്നല്ലെങ്കിൽ ക്രിമിനൽസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആൻറ്റി സോഷ്യൽ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. അപ്പം അങ്ങനെ അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തി എന്നൊരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ പ്രശ്നങ്ങളെ കൊണ്ട് അവരെ സെപ്പറേറ്റ് ആക്കി നിർത്തിയത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അവരുടെ കാര്യങ്ങളിൽ ഈ ട്രൈബൽ പീപ്പിളിന് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായില്ല. പിന്നെ ഒരുപാട് റിവോൾട്ടുകൾ, ഒരുപാട് പ്രക്ഷോഭങ്ങളും മറ്റു സമരങ്ങളും ഒക്കെ നടക്കുന്നതും അവരുടെ ഒരു പ്രശ്നങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ പുറത്തുനിന്നുള്ള ആളുകൾ, ഇപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ ചൈന, അങ്ങനെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഈ ഗോത്ര പ്രദേശങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. കാരണം നമ്മളെ അതിർത്തികളിലായിരിക്കും ഇവർ ജീവിക്കുക. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അവിടെ ഡ്രഗ്സും മറ്റു വെപ്പൺസും ഒക്കെ കടത്തിയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കും. അപ്പം അങ്ങനെ ഒരുപാട് അറ്റാക്കുകളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മെഷേഴ്സ്, അതായത് ഈ ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതികളും മെഷേഴ്സുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസിൻ്റെ മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവർക്ക് കാര്യമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റിന് ശേഷം വിവിധ പദ്ധതികൾ ആദ്യമായിട്ട് പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല 5 ഇയർ പ്ലാനിലും ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നത്. പിന്നെ ഇതിലാദ്യം അവരുടെ ഈ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ 3 കാഴ്ചപ്പാടുകൾ, 3 ആശയങ്ങളുണ്ടായിരുന്നു, സ്ട്രാറ്റജികൾ. അപ്പോൾ അതാണ് ആദ്യം പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചതാണ് അസിമിലേഷൻ, അതുപോലെ പ്രിസർവേഷൻ, ഇൻറ്റഗ്രേഷൻ. ആ 3 കാര്യങ്ങൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് പോളിസി ഓഫ് ഐസൊലേഷൻ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ അവരെ ഒറ്റപ്പെടുത്തിയിട്ട് അവരെ പ്രത്യേകമായൊരു രീതിയിൽ അവരെ ജീവിക്കാൻ വിടുക, ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അതാണ് പോളിസി ഓഫ് ഐസൊലേഷൻ. അപ്പോൾ അതിനൊരുപാട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കാര്യം അവർക്ക് ഡെവലപ്മെൻ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതൊരു വിമർശിച്ച ഒരുപാട് സോഷ്യോളജിസ്റ്റുകളുണ്ട്. രണ്ടാമത്തെ രീതിയാണ് പോളിസി ഓഫ് അസിമിലേഷൻ. അത് നമ്മൾ പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്യുക, നിലവിലുള്ള സൊസൈറ്റിയിലേക്ക് ഒറ്റയടിക്ക് മാറ്റുക, അവരെ എന്ത് ചെയ്യുക, അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ കൾച്ചറും ഇതൊക്കെ ഒറ്റയടിക്ക് നിലവിലുള്ള ആധുനിക സൊസൈറ്റിയിലേക്ക് മാറ്റി തിരുത്തുക എന്നുള്ളത്. അപ്പോൾ അപ്പോൾ അതുമൂലവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ വിമർശിച്ച ആളുകളുണ്ട്. കാരണം അതുകൊണ്ട് അവർക്ക് അവരുടെ കൾച്ചർ നഷ്ടപ്പെടും. അപ്പം അങ്ങനെ അതിനെ വിമർശിച്ച സോഷ്യോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു രീതി. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പോളിസി ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. അവരെ പതിയെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കൊടുത്ത് അവരുടെ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതാണ് കൂടുതലായിട്ടും ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ മൂന്ന് നമ്മൾ പറഞ്ഞ 3 ആശയങ്ങളിലും ഫസ്റ്റത്തെ 2 ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ആ പറഞ്ഞ മൂന്നാമത്തെ ഇൻറ്റഗ്രേഷൻ എന്നുള്ളൊരു ആശയമാണ് കൂടുതലായിട്ടും നമ്മൾ സ്വീകരിച്ചിരുന്നത്. അതിന് വിമർശനം ഉണ്ടെങ്കിൽ കൂടി ഇതിലൊന്നുകൂടി മെച്ചപ്പെട്ട ഒരാശയമായി തോന്നുന്നത് ആ മൂന്നാമത്തതാണ്. അതാണ് ഇതിൻ്റെ കൺക്ലൂഷനിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആ ഒരു 3 ആശയങ്ങളാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ പഞ്ചശീല പദ്ധതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു 5 ആശയങ്ങൾ അവരുടെ നമ്മുടെ ജവഹർലാൽ ഒരു മുന്നോട്ട് വെച്ച എൽവിൻ എന്ന ഒരു സോഷ്യോളജിസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു 5 ആശയങ്ങൾ, പഞ്ചശീല എന്ന് പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ചതാണത്. ഇനി അടുത്തതായിട്ട് വെൽഫെയർ പ്രോഗ്രാംസ് ആൻഡ് പ്രൊജക്ട്സ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. അവർക്ക് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികളും പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്
കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ നമ്മളെ ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ആക്റ്റുകൾ കൊണ്ടുവരുന്നു. എന്താണ് നമ്മൾ ആർട്ടിക്കിളുകളിൽ ഗവൺമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 15, 16, ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞ ആർട്ടിക്കിളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, ഫണ്ടുകൾ കൊടുക്കണം. അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെന്ന് ഈ ഒരു ആർട്ടിക്കിളുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡാണ്. പിന്നെ ഒരുപാട് കമ്മിറ്റികൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കമ്മിറ്റികൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങളും മറ്റും പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു വെൽഫെയർ പ്രോഗ്രാമാണ് സ്പെഷ്യൽ സെൻട്രൻസ് അസിസ്റ്റൻസ്. കാര്യമായിട്ടും അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരിക. ഏകദേശം 1999-2000 കാലങ്ങളിൽ 400 കോടിയോളം അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അസിസ്റ്റൻസ് അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് എക്കോണമിക് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ്. സാമ്പത്തികമായി അവർക്ക് ചെയ്ത ഒരുപാട് പദ്ധതികൾ, കാര്യമായിട്ടും 5 ഇയർ പ്ലാനാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. 5 വർഷ പദ്ധതികൾ, അതുപോലെ ട്രൈബൽ സബ് പ്ലാൻ, ഇതൊക്കെ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലാർജ് സൈസ്ഡ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അങ്ങനെയുള്ള ഒരുപാട് സൊസൈറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, പ്രൊഡക്റ്റീവായി അല്ലെങ്കിൽ അവർക്ക് ലോണുകൾ കൊടുക്കാനുള്ള കാര്യം, നല്ല വിത്തുകൾ, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകൾ, ഉപകരണങ്ങൾ, കെമിക്കൽസൊക്കെ ഈ ഒരു സംരംഭത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതും കൊണ്ടുവന്നു. ഈ പദ്ധതിക്ക് കീഴിൽ അവർക്ക് അവരെ അവർ ഉണ്ടാക്കിയെടുത്ത് അവർ കൃഷി ചെയ്തോ മറ്റൊക്കെ നിർമ്മിച്ചെടുത്ത സംഭവങ്ങൾ, അപ്പോൾ അവരുടെ ആ പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ ചൂഷണം ചെയ്യപ്പെടും, മറ്റും മധ്യസ്ഥരെ കൊണ്ടുപോകുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് നേരിട്ട് തന്നെ അത് സ്വീകരിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നു. അതുപോലെ തന്നെ 20 പോയിൻ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നു. അതിൻ്റെ കീഴിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. ഗവൺമെൻറ് കൊണ്ടുവന്ന നാലാമത്തെ ഒരു മെഷറാണ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. അപ്പോൾ ഇതിന് കീഴിൽ ഒരുപാട് സ്കൂളുകൾ നമ്മളെ ഗോത്രവർഗ്ഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തു. 4000-ഓളം സ്കൂളുകൾ നിർമ്മിച്ചു. പിന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെക്കേഷണൽ ട്രെയിനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ബേസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് UPSC മറ്റു വലിയ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് സെൻറ്ററുകൾ സ്ഥാപിച്ചു കൊടുത്തു. പിന്നെ സ്കോളർഷിപ്പ് കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അപ്പം അങ്ങനെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസിൽ വരുന്ന ഒരുപാട് ഹോസ്പിറ്റൽസ്, അതുപോലെ ഒരുപാട് ആധുനികമായ എക്യുപ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. പിന്നെ സ്പെഷ്യൽ സ്കീമുകൾ, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കൊക്കെ ഓരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ, അതുപോലെ റോൾ ഓഫ് വളണ്ടിയറി ഓർഗനൈസേഷൻ, ഒരുപാട് നോൺ പ്രൊഫഷണൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, സംഘടനകൾ. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് അവർ സ്വമേധയാ എന്ത് ചെയ്യും, ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നിരുന്നു. പിന്നെ ഫോറസ്റ്റ് റൈറ്റ്സ് കൊണ്ടുവന്നു. ഈ ട്രൈബൽ പീപ്പിളിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവന്നു 2006-ൽ. അപ്പം അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ. ഇനി അടുത്തതായിട്ട് ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയിലുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ് പറയുന്നത്. സാമൂഹികമായിട്ടുള്ള അവർക്കിടയിൽ നിലനിൽക്കുന്ന സംഘടന, അതായത് ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ്. കാര്യമായിട്ടും ഫാമിലി ആയിരിക്കും ഒന്നാമതായിട്ടുണ്ടാവുക. കാരണം ഏതൊരു വിഭാഗ സൊസൈറ്റിയിലും ഫാമിലി എന്ത് ചെയ്യും, ഒരു വലിയ സോഷ്യൽ ഓർഗനൈസേഷനായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിളിൽ എന്തുണ്ട്, ഫാമിലി ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്പുകളുണ്ട്. ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ടാവും, അതായത് അണുകുടുംബങ്ങൾ. അതുപോലെ കൺസംഗാനിയൻസ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധമുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ മറ്റൊന്നാണ് കൺജുഗൽ ഫാമിലി. അതിൽ പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പ് കാര്യമായിട്ടും ന്യൂക്ലിയർ ഫാമിലി, അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ ഫാമിലി തന്നെയാണ്. അവരുടെ ഒരു വൈഫും ഒരു ഹസ്ബൻഡും പിന്നെ അവരുടെ കുട്ടികൾ മാത്രമുള്ള ഒരു ഫാമിലി. പിന്നെ പോളിജീനിയസ് ഫാമിലി ഉണ്ടാവും, അതായത് ഒരു ഭർത്താവും പിന്നെ അതിന് ഒരുപാട് സ്ത്രീകളും. അതുപോലെ പോളിയൻഡ്രസ് ഫാമിലി എന്ന് പറയുമ്പോൾ
ഒരു സ്ത്രീയും ഒരുപാട് ഭർത്താക്കളും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഫാമിലികൾ, ജോയിൻറ്റ് ഫാമിലി, പിന്നെ പാട്രി ലോക്കൽ ഫാമിലി ഉണ്ട്. അതായത് പാട്രി ലോക്കൽ ഫാമിലി പറയുമ്പോൾ അവിടെ എന്താണ് പുരുഷൻ്റെ കീഴിലായിരിക്കും സ്ത്രീകൾ ജീവിക്കുക, അതായത് അവരുടെ വീട്ടിലായിരിക്കും താമസിക്കുക. അതുപോലെ മാട്രി ലോക്കൽ ഫാമിലി ആകുമ്പോൾ സ്ത്രീയുടെ ആ ഒരു വൈഫിൻ്റെ വീട്ടിലായിരിക്കും വിവാഹത്തിന് ശേഷം പുരുഷന്മാർ താമസിക്കുക. അതുപോലെ മാട്രിയാർക്കൽ ഫാമിലി ഉണ്ട്, അപ്പോൾ അതിൽ അതോറിറ്റി ഉണ്ടാവുക സ്ത്രീകൾക്കായിരിക്കും. അതുപോലെ പാട്രിയാർക്കൽ ഫാമിലിയിൽ അതോറിറ്റി ആയിട്ടുണ്ടാവുക ഫാദർ ആയിരിക്കും, ഭർത്താവായിരിക്കും. അതുപോലെ ഇനി മാട്രിലീനിയൽ ഫാമിലി ഉണ്ട്. മാട്രിലീനിയൽ ഫാമിലി പറയുമ്പോൾ അതിൻ്റെ സ്വത്തവകാശം ഉണ്ടാവുക മാതാവിലൂടെ ആയിരിക്കും പോവുക, സ്ത്രീകളിലൂടെ ആയിരിക്കും. അതുപോലെ പാട്രിലീനിയൽ ഫാമിലി ആകുമ്പോൾ പ്രോപ്പർട്ടിയുടെ സ്വത്തവകാശം പോവുക പിതാവിൻ്റെ രീതിയിലായിരിക്കും, മക്കൾക്കായിരിക്കും കിട്ടുക, ആൺമക്കൾക്കായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെയുള്ള പല ഫാമിലി ഉണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫാമിലി നമുക്ക് അറിയുന്നത് തന്നെയാണ് എന്തൊക്കെയാണെന്ന്. പിന്നെ അടുത്തത് ക്ലാനുകളാണ്. രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷനാണ് ക്ലാൻ. ഒരുപാട് വംശങ്ങൾ ഇവർക്കിടയിലുണ്ടാവും, ഈ ട്രൈബൽ ഗോത്രത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൽ അവർക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഒന്ന് എക്സോഗമിയാണ്. അതായത് അവരുടെ ഒരു വംശം എന്ന് പറയുമ്പോൾ അവർ ഒന്നിരിക്കലും ഒരു മാതാവിൻ്റെ രീതിയിൽ അവരുടെ ഒരു പരമ്പര കടന്നു വരുന്നത് മാതാവിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ പിതാവിലൂടെ ആയിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് ക്ലാനാണ്, വിവിധ തരം ക്ലാനുകൾ ഉണ്ടാവും. നമ്മൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞതുപോലെ പാട്രി ക്ലാൻ, മാട്രി ക്ലാൻ, മദറിലൂടെയും ഫാദറിലൂടെയൊക്കെ വരുന്ന പലതരം ക്ലാനുകൾ ഉണ്ടാവും. പിന്നെ അവരുടെ ഫങ്ഷൻസ് ഈ പറഞ്ഞതുപോലെ അവർക്കിടയിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും, പരസ്പരമുള്ള സഹകരണങ്ങളും മറ്റൊക്കെ ഉണ്ടാവും ഒരു ഗോത്രമാകുമ്പോൾ. പിന്നെ മറ്റൊരു സംഭവമാണ് ഫ്രാത്രി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈ പലതരം ഗോത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ അതിൻ്റെ കീഴിൽ വരുന്ന സബ് ഗോത്രങ്ങളൊക്കെയാണ് ഇതിന് പറയുക. അതുപോലെ കാര്യമായിട്ടും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഗോത്രങ്ങൾ കൂടിച്ചേർന്ന് മറ്റൊന്നുണ്ടാവും. ചിലപ്പോൾ ചില ഗോത്രം വലുതാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിഘടിതമായി പോകുന്ന മറ്റു ഗോത്രങ്ങളാണ്. അപ്പോൾ അതിനൊക്കെയാണ് ഇത് പറയുന്നത്. പിന്നെ മാരേജിനെ കുറിച്ച്, ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന മാരേജ് വ്യത്യസ്തമായ രീതിയിലുണ്ടാവും. അപ്പോൾ അവർ എക്സോഗമി, മുമ്പ് പറഞ്ഞ കാര്യമാണ് എക്സോഗമി. അതുപോലെ മറ്റു മോണോഗമി, ഇപ്പോൾ ടൈപ്സ് ഓഫ് മാരേജ്, മോണോഗമി ഉണ്ടാവും, പോളിജീനി, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ പോളി എൻട്രി. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള വിവാഹങ്ങൾ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു ആണ് കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുക, ഒരു സ്ത്രീ കൂടുതൽ പുരുഷന്മാരെ വിവാഹം കഴിക്കുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള മാരേജ് അവർക്കിടയിൽ നടക്കാറുണ്ട്. പിന്നെ ഞാൻ അവർ ഇടകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനുള്ള രീതികളാണ് വേസ് ഓഫ് അക്വയറിങ് മെയ്റ്റ്സ്. ഒരു ഗോത്ര വിഭാഗങ്ങൾ ഇണകളെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായ രീതികളുണ്ട്. അതായത് ഒരു 8 രീതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിപ്പോൾ പ്രൊബേഷനറി മാരേജ് പറയുമ്പോൾ നമ്മൾ ഒരു ആൾ കുറച്ച് കാലം വിവാഹം കഴിക്കുന്ന ആളുടെ വീട്ടിലൊന്ന് താമസിച്ച് അവരെ നിരീക്ഷിച്ചതിന് ശേഷം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അവരെ ക്യാപ്ചർ ചെയ്തിട്ട് മാരേജ് ബൈ ക്യാപ്ചർ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ചിലപ്പോൾ ഒരു സ്ത്രീ കുറേ കാലം വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അയാളുടെ സഹോദരനെ കുറച്ച് പിടിച്ച് നിർബന്ധിച്ച് വിവാഹം കഴിക്കുന്ന രീതിയിലുണ്ടാവും ചിലപ്പോൾ. അതേപോലെ മാരേജ് ബൈ ട്രയൽ ഉണ്ടാവും. അതായത് അവൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ട്രയൽ നടത്തിയിട്ട് അവൻ്റെ ഒരു ധൈര്യവും മറ്റൊക്കെ അറിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കും. അതുപോലെ മാരേജ് ബൈ പർച്ചേസ് ഉണ്ടാവും. ക്യാഷിൻ്റെ അടിസ്ഥാനത്തിൽ അവരെത്ര സ്ത്രീധനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാരേജ് നടക്കും. പിന്നെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അതുപോലെ സ്ത്രീധനം മറ്റു കൊടുക്കുക, ക്യാഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾ നല്ല സർവീസും ചെയ്തിട്ട് വേണം വിവാഹം ചെയ്യും. അതുപോലെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് ഒഴിവാക്കാൻ, ഈ ഒരു ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള വിവാഹങ്ങളുണ്ടാവും. പിന്നെ ചിലപ്പോൾ മാരേജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതായത് പണ്ട് ചില ഗോത്രങ്ങളിലൊക്കെ അവർക്ക് പരസ്പരം ആളുകൾക്ക് ഇഷ്ടപ്പെടാനും മറ്റൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ അവസരങ്ങൾ സൃഷ്ടിക്കും സ്വമേധയാ, അവർ പരസ്പരം സ്നേഹത്തിലാവാൻ. അപ്പം അങ്ങനെ അതിലൂടെ വിവാഹം കഴിക്കുന്നവരുണ്ടാവും. പിന്നെ നേർച്ചയാക്കിയിട്ടില്ല, ഇപ്പോൾ ഒരാളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി നേർച്ചയാക്കും. അവരെ അങ്ങനെ നേർച്ചയാക്കിയതിന് ശേഷം അവർ വിവാഹം കഴിക്കും. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള രീതികളുണ്ട് അവർക്ക് വിവാഹം കഴിക്കാൻ. പിന്നെ ഇനി ഇൻഹെറിറ്റിംഗ് ആണ്, അത് സ്വത്തവകാശങ്ങൾ. 3 രീതിയിലാണ് ട്രൈബലിൽ സ്വത്തവകാശ രീതികൾ ഉണ്ടായിരുന്നത്. ഇൻഹെറിറ്റൻസ്, അതിൻ്റെ അനന്തരം എടുക്കുന്ന രീതി. ഒന്ന് മാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ സ്വത്ത് അവകാശം കിട്ടുക, അനന്തരാവകാശം കിട്ടുക സ്ത്രീകൾക്കായിരിക്കും, മാതാവിലൂടെ കടന്നു വരുന്നവർക്കായിരിക്കും. മറ്റൊന്ന് പാട്രിലിനിയലാണ്, പിതാവിൻ്റെ രീതിയിലൂടെ ആയിരിക്കും കിട്ടുക, പിതാവിലൂടെ വരുന്ന മക്കൾക്കും അവരുടെ മക്കൾക്കൊക്കെയാണ് കിട്ടുക. പിന്നെ രണ്ടുമുള്ള രീതിയുണ്ട്. അത്തരത്തിൽ 3 രീതികളാണ് ഇവരുടെ ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കാര്യമായിട്ടും നമുക്കറിയുന്ന ഗോത്ര വിഭാഗങ്ങളുടെ പ്രത്യേകതകളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ചത്.
അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്.